ഹായ് നമസ്കാരം. റേക്കി സ്പിരിച്വാലിറ്റി ആൻഡ് ഹീലിംഗിൻ്റെ ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പൈൽ റീഡിംഗ് ആണ് നോക്കുന്നത്. ഈ 2026 എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ എനർജി എന്തൊക്കെയാണ്, 2026 ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, ഭാഗ്യങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ പൈൽ റീഡിംഗ് ആണ്. 2 പൈൽ വെച്ചിട്ടുണ്ട്. ഒന്ന് താമരപ്പൂവിൻ്റെ ഇതളാണ്, ഒന്ന് റെഡ് കളർ റോസും അതിൻ്റെ ഇതിലുമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ നമുക്കൊന്ന് റീഡിങ് എന്താണെന്ന് നോക്കാം. എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എന്നെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ഇവിടെ കിട്ടും, നിങ്ങൾക്ക് റെസിനേറ്റ് എന്ന റീഡിങ്ങും തരാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് റെസിനേറ്റ് ആണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ എനിക്ക് തരുന്നൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് അതൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അത് എല്ലാവരും അങ്ങനെയും കൂടെ ഒന്ന് അറിയിച്ചാൽ ഒരുപാട് സന്തോഷമായിരുന്നു മക്കളെ. അപ്പോൾ നമുക്ക് 2026 എങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ ഫസ്റ്റ് പൈൽ വെച്ചിരിക്കുന്നത് നമുക്ക് താമരപ്പൂവിൻ്റെ ഇതുള്ള നോക്കാം എന്താണെന്ന്. ഫസ്റ്റ് പൈൽ വെച്ചിരിക്കുന്നവരുടെ എന്താണെന്ന് നോക്കാം. എല്ലാവരും മൈൻഡൊക്കെ പോസിറ്റീവൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ഒരു വർഷം അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. Nine of Pentacles, Lovers card, Eight of Pentacles വന്നിട്ടുണ്ട്. Six of Wands വന്നിട്ടുണ്ട്. Knight of Wands, King of Cups. ഓക്കെ, ഇനിയും കാണാൻ വയ്യുന്നല്ലേ, ഇത് കാണിച്ചു. 7 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. Three of Pentacles, ഒരു കാർഡ് എടുക്കാം. 5 of Wands ആണ് നിൽക്കുന്നത്. പിന്നെ ബോട്ടം വന്നത് സൺ കാർഡുമാണ്. ഇത്രയും കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു താമരപ്പൂവിൻ്റെ ഇതിൽ സെലക്ട് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. ബോട്ടം വന്നിരിക്കുന്ന സൺ കാർഡാണ്. എന്തായാലും 2026 നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കും. നിങ്ങൾ പറഞ്ഞില്ല മിന്നിക്കും എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് വിജയമായിരിക്കും എന്തായാലും 2026. സൺ കാർഡ് തന്നെ വന്നിരിക്കുന്നുണ്ട്. ഒരു സൂര്യനെ പോലെ തിളങ്ങുന്ന വർഷമായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്കൊക്കെ അവർ ഈ ഒരു 2026 ഒരു സൂര്യനെ പോലെ തിളങ്ങാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ വിജയം ആയിരിക്കും എല്ലാ കാര്യങ്ങളും. പിന്നെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം ഈ കാർഡ്സ് എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം വിജയമാണ് എല്ലാം കാണിക്കുന്നത്. മുന്നോട്ട് പോക്ക് എന്തായാലും സക്സസ്സിലാണ്. അപ്പം ബോട്ടം വന്നിരിക്കുന്നതാണ്. ഇനി നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജോലിയിൽ അല്ലെ ബിസിനസ്സിലും ഒക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഒരു പഴയ ഒരു പവർ ഇല്ലേ നിങ്ങളുടെ, അത് തിരിച്ചു പിടിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾ
നിങ്ങളതൊന്ന് തിരിച്ചു പിടിക്കുന്നുണ്ട്. കൂടുതലും പൈസപരമായിട്ടുള്ള ഹൈ എനർജിയാണ് ഇതിനകത്ത് കൂടുതലും കാണിക്കുന്നതെല്ലാം. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഇപ്പോൾ ഈ ഒരു 2025 ചിലപ്പം അത്ര നല്ലതല്ലായിരുന്നു, എല്ലാവർക്കും ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്ന എനർജിയാണ് ഈ ഒരു ഫസ്റ്റ് തിരഞ്ഞെടുത്തവർക്ക്. എന്തൊക്കെയാണോ ഫിനാൻഷ്യലി നേടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ജോലിയിൽ പോയാൽ അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയാലും നേടാൻ സാധിക്കും എന്നൊരു മനസ്സിലൊരു പ്ലാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോയി നിങ്ങൾ നേടുന്ന എനർജിയാണ്. പിന്നെ ഡെത്ത് ആൻഡ് റീസ്റ്റാർട്ടാണത്. അത് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു എന്തൊക്കെ നെഗറ്റീവ്സ് നിങ്ങളുണ്ടായിരുന്നോ, എന്തൊക്കെയായിരുന്നൊരു സ്ട്രഗ്ലിങ്, അതൊക്കെ ഇതുവരെയുള്ളൊരു കാർമിക്കൊക്കെ എന്തായിരുന്നു നിങ്ങൾക്ക് ഒരുപാട് വിഷമിപ്പിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഡായിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു തുടക്കമാണ്. ആ തുടക്കം എന്ന് വെച്ചാൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. ആ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ 2026 നിങ്ങളെ എത്തിച്ചിട്ടുണ്ട് ഡിവൈൻ. നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം അവസാനിച്ചിട്ട് ഒരു റീബർത്താണ് കാണിക്കുന്നത്. ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു മുന്നേറ്റം കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു അസൂയ തോന്നിപ്പോൾ. അത്ര നല്ല കാർഡ്സൊക്കെയാണ് 2026 ഈ ഫസ്റ്റ് പേൽ തിരഞ്ഞെടുത്തവർക്കെല്ലാം വന്നിരിക്കുന്നത്. 9 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സന്തോഷവും ഫിനാൻഷ്യലി ഉള്ള ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന എനർജിയാണ്. അതൊക്കെ നിങ്ങൾക്ക് ഒരു എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻഷ്യലി ഒരു ഹൈ എനർജിയിലേക്ക് എത്തുന്നതാണ് ഈ 2026 ഫസ്റ്റ് പേൽ തിരഞ്ഞെടുത്തവർക്ക്. അപ്പം അവരുടെ ആ ഒരു ഫിനാൻഷ്യലി തന്നെ ഒരു സ്റ്റെബിലിറ്റി കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം എല്ലാം തിരിച്ചു വരും. പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാം നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന സമയമാണ്. ബിസിനസ് ആണെങ്കിൽ അതിൽ നല്ല പ്രോഫിറ്റൊക്കെ കിട്ടും. പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാൻ സാധിക്കും ഈ ഒരു ഇയർ. നൈറ്റ് ഓഫ് വൺസ് നിങ്ങളുടെ ഒരു മുമ്പോട്ട് പോക്ക് വിജയത്തിന്. നിങ്ങൾക്ക് ഇപ്പം എന്താണ് നിങ്ങളുടെ മനസ്സിലൊരു ഫോക്കസ് ചെയ്യുന്നത്, ആ ഒരു കാര്യം നേടാൻ തന്നെയാണ് നിങ്ങളുടെ ഒരു യാത്ര. 2026 നിങ്ങളുടെ യാത്ര. ആ യാത്രയിൽ നിങ്ങൾ നേടി വിജയിച്ച് വരുന്ന എനർജിയാണ് നൈറ്റ് ഓഫ് വൺസ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എന്ത് കഷ്ടപ്പാടിൽ നിങ്ങൾക്ക് ഒരു മുമ്പോട്ട് പോകേണ്ട ഒരു വഴി ഡിവൈൻ കാണിച്ചിരുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അച്ചീവ്മെൻറ്റ് നേടേണ്ടത് അതൊക്കെ നേടാനൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ആ ഒരു വഴിയെ തന്നെ നിങ്ങൾ പോയി നിങ്ങളെല്ലാ കാര്യങ്ങളും നേടും. നിങ്ങളുടെ മനസ്സിലിപ്പോൾ ആ ഒരു പഴയ ആ ഒരു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തിരിച്ചു പിടിക്കണം, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതിലൂടെ നിങ്ങൾ പോയി നിങ്ങളെല്ലാ കാര്യങ്ങളും തിരിച്ചു പിടിക്കുന്ന എനർജിയാണ് ഈ ഒരു ഫസ്റ്റ് തിരഞ്ഞെടുത്തവർക്ക്. പിന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ലവേഴ്സ് കാർഡിൽ ഒരു ആ ഒരു എന്താണ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റാതെ വിഷമിച്ചിരുന്നവർക്ക് അവർക്ക് അതിൽ ഈ ഒരു 2026 അതത്ര ഓക്കെ ആയിട്ടില്ല. നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷേ നിങ്ങളുടെ കൂടെയുള്ളവർ വീട്ടിലുള്ളവർ എതിർക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തികളായിരിക്കാം കൂടുതൽ എതിർക്കുന്നത്. എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരിക്കാനാണ് 2026 കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അതാണ് കാർഡ് വന്നിരിക്കുന്നത്. ലവേഴ്സ് കാർഡിൽ റിലേഷൻഷിപ്പിലുള്ളവർ അത്ര ഓക്കെ അല്ലെന്ന് വെച്ചാൽ നമ്മൾ വീട്ടുകാരെയും കൂടെ പരിഗണിക്കണമല്ലോ. വീട്ടിലുള്ളവരൊക്കെ നമ്മളെ എതിർക്കുന്ന എനർജി കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. ഞാൻ അത് ലവേഴ്സ് കാർഡ് എടുത്തിട്ടാണ് ഞാൻ ഈ 2 കാർഡ് കിട്ടിയത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കൂടുള്ളവരൊക്കെ ശത്രുക്കളാവുന്ന എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക ആ ഒരു കാര്യത്തിന്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഈ 2026 നിങ്ങൾ തീരുമാനം എടുക്കണ്ട. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നല്ലൊരു പ്ലാനിങ്ങോടെ മുമ്പോട്ട് പോയി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നേടുവാണ്. ഫിനാൻഷ്യലി ഒക്കെ ഒരു നല്ല ഹൈ എനർജിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും നല്ല ഗൈഡൻസ് തരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മുമ്പോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ തരുന്നെങ്കിൽ ആ ഒരു ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയി നിങ്ങൾ എല്ലാ കാര്യങ്ങളും നേടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട നിങ്ങളുടെ എന്താണ് പൈസയായാലും നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷമായാലും എല്ലാം വിജയവും സന്തോഷവും എല്ലാം തിരിച്ചു പിടിക്കുന്ന സമയമാണ്. ഇത് ബോട്ടം അല്ലെങ്കിൽ സൺ കാർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ഉണർവില്ലായിരുന്നു, ഒരു സന്തോഷം, ഒരു പോസിറ്റീവ് എനർജി, അതൊക്കെ നിങ്ങൾ തിരിച്ചു പിടിക്കും. നൈറ്റ് ഓഫ് വൺസ് വന്നിരിക്കുന്നുണ്ട്.
വിദേശത്ത് പോകാൻ എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അവർക്ക് ഈ ഒരു വർഷം അത് നടക്കും. ആ ഒരു കാര്യം വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും പോകാൻ തന്നെ സാധിക്കും. ആ ഒരു കാർഡ് അങ്ങനെയാണ് കാണിക്കുന്നത്. വിദേശയാത്രയ്ക്ക് റെഡി ആയിരിക്കുന്നവർക്ക് അത് അനുകൂലമായിരിക്കും ഈ ഒരു വർഷം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു 6 ഓഫ് വൺസും വന്നിട്ടുണ്ട്, 9 ഓഫ് വൺസും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും യാത്രയുടെ കാർഡാണ് അത് കൂടുതൽ കാണിക്കുന്നത്. അപ്പം എന്തെങ്കിലും ജോലി അന്വേഷിച്ച് വിദേശത്തോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകാൻ റെഡിയായിരിക്കുന്നവർക്ക് അവർക്ക് ഈ ഒരു വർഷം അനുകൂലമാണ്. ഉറപ്പായിട്ടും ആ ഒരു കാര്യം നടന്നിരിക്കും. അവിടെ പോയി നിങ്ങൾക്ക് വിജയവുമായിരിക്കും അത്. അല്ലാതെ നിങ്ങൾ ഇപ്പം ചിലവർക്കുണ്ട് പോയിട്ട് അവർ മനസ്സിൽ വിചാരിക്കുന്ന ജോലിയൊന്നും ആയിരിക്കത്തില്ല കിട്ടുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ജോലി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിലൂടെ നിങ്ങളുടെ എല്ലാ സന്തോഷവും ഫിനാൻഷ്യലി എല്ലാം നിങ്ങൾ തിരിച്ചു പിടിക്കും. നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം മാറുവാണ്. ഡെത്ത് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ആ ഒരു ഫുള്ള് നെഗറ്റീവും എൻഡ് ആവുകയാണ്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ സാധിക്കും. എന്തൊക്കെ നിങ്ങളിതൊക്കെ നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ ഇതൊക്കെ നേടിയാലും നിങ്ങൾക്ക് ഒരു ഈഗോയും തോന്നില്ല. നല്ല ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കും നിങ്ങൾക്ക് നല്ലൊരു സമാധാനം കിട്ടും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറയും ചിലവർക്കുണ്ട് ഈ ഒന്നും ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ കാണുമ്പോൾ ഒരു ഈഗോ ഒക്കെ വരുന്നത്. അതൊന്നുമില്ല. നിങ്ങൾ നല്ല ഗ്രൗണ്ടഡായിട്ടിരിക്കും. മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു ടൈമിൽ തയ്യാറായിരിക്കും. നിങ്ങൾ ചെയ്യുകയും ചെയ്യും. നിങ്ങളെ അതുപോലെ എല്ലാവരും സ്നേഹിച്ച് നിങ്ങളെ ചേർത്ത് നിർത്തുന്ന സമയമാണ് ഈ 2026. പിന്നെ റിലേഷൻഷിപ്പിൽ മാത്രം ആ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വ്യക്തി വരും, നിങ്ങളോടൊക്കെ സ്നേഹം. പക്ഷേ ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ആ ഒരു കാര്യത്തിന്, ഇല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കണം. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് എടുത്തിയാടി ആരും ഒന്നും ചെയ്യരുത്. എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ നമുക്കൊരു സന്തോഷവും കാണത്തില്ല. അന്നേരത്തെ ഒരു സന്തോഷം കാണും, പിന്നീട് നമ്മൾ ഒരുപാട് വിഷമിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ആ ഒരു കാര്യത്തിന് റിലേഷൻഷിപ്പിൽ ലവ് റിലേഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. നമ്മുടെ വീട്ടിലുള്ളവർ എപ്പോഴും നമുക്കൊരു വിഷമം വന്നാൽ നമുക്ക് അവർ നമ്മുടെ കൂടെ കാണത്തുള്ളൂ. എത്ര നമ്മളെ വഴക്ക് പറഞ്ഞാലും തല്ലിയാലും ഒക്കെ ഈ ഒരു വിഷമം വരുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ നമ്മുടെ കൂടെ കാണത്തുള്ളൂ. അതിപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും അതല്ല അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ ആരായാലും നമ്മളിവിടെ സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു വിഷമം, നമ്മുടെ ഒരു വീഴ്ചയിൽ നമ്മളെ താങ്ങാൻ അവരെ കാണും. ഇങ്ങനെ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികളൊക്കെ ആയിട്ട് റിലേഷൻ ആയിക്കഴിഞ്ഞാൽ എപ്പോഴും അവരവരുടെ ഫാമിലിക്കായിരിക്കും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഒരിക്കലും നമുക്കായിരിക്കത്തില്ല ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം അങ്ങനത്തെ ഒരു കാർഡ് വന്നേക്കും ഞാൻ പറയുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു കാര്യത്തിന്. അപ്പോൾ 2026 ഈ ഒരു ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്ത താമരപ്പൂവിൻ്റെ ഇതിൽ തിരഞ്ഞെടുത്തവർക്കൊക്കെ സമൃദ്ധിയുടെ കാലമാണ്, സന്തോഷമാണ്. നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന എനർജിയാണ്. ഫിനാൻഷ്യലി ഒരു ഹൈ എനർജിയിലേക്ക് വരുവാണ്. നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം മാറി നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടും നിങ്ങളുടെ ജീവിതത്തിന്. അപ്പം വിദേശയാത്രയ്ക്ക് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിദേശയാത്ര എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വേറെ പുറത്തോട്ടായാലും എവിടെ ജോലിക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യുന്ന ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് നോക്കിയിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ജോലി ശരിയായി അവരവിടെ പോയി ജോയിൻ ചെയ്ത് അവർക്ക് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജോലിയും കിട്ടിയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ഇത് നോക്കേണ്ടത് ലവ് റിലേഷനുള്ളവർ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരെയും പിണക്കി എടുത്തിയാടി തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. വീട്ടിലുള്ളവരെ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, അവരെ ഒന്ന് അംഗീകരിക്കുക. അവരുടെ ഒരു അവരെന്തെങ്കിലും നമുക്ക് പറഞ്ഞു തരുമ്പം അതൊന്ന് കേൾക്കാനായിട്ട് നിൽക്കുക. എതിർക്കണ്ട. നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ സാരമില്ല, കേൾക്കാനൊന്ന് നിൽക്കണം മക്കളെ. എതിർക്കുകയും ചെയ്യരുത്. കാരണം നമ്മുടെ ഒരു വീഴ്ചയിൽ താങ്ങാൻ അവരെ കാണും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വയൽ തിരഞ്ഞെടുത്തവർക്ക്. ഇനി നമുക്ക് സെക്കൻഡ് വയൽ തിരഞ്ഞെടുത്തവരുടെ എന്താണെന്ന് നോക്കാം. ഞാനത് കോമൺ ആയിട്ട് എടുത്തിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് പിന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിങ്ങനെ ഓരോ മാസം അങ്ങനെയൊക്കെ നോക്കാം. ഓരോ മാസം വരുമ്പോഴേ ഈ മാസത്തെ റീഡിങ് എന്താണ്. ഇപ്പം 2026 നിങ്ങളുടെ ഒരു എനർജിയാണ് ഞാനീ പറഞ്ഞത്. ഇനി നമുക്ക് സെക്കൻഡ് വയൽ തിരഞ്ഞെടുത്തവരുടെ എനർജി എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മക്കളെ. സപ്പോർട്ട് തരണേടാ എല്ലാവരും ഒന്ന് സപ്പോർട്ട് തരണേ മക്കളെ.
അപ്പോൾ ഇനി സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്ത് അത് നമ്മുടെ റെഡ് റോസിൻ്റെ ഇതിലാണ്. ഇത് തിരഞ്ഞെടുത്തവരുടെ എനർജി എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്തവരുടെ കാർഡ് എടുക്കുവാണേ. Queen of Wands വന്നിട്ടുണ്ട്. Three of Swords, Knight of Swords, Two of Wands, രണ്ടെണ്ണം വന്നു. സ്ട്രെങ്ത്തും ഏസ് ഓഫ് പെന്റക്കിൾസും. Three of Wands, Ace of Swords. ലവേഴ്സ് കാർഡ് ഇതിനെ വന്നിട്ടുണ്ട് കേട്ടോ. Eight of Swords, Seven of Pentacles, Five of Wands. സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്തവർക്ക് എന്താണ് കാർഡ് വന്നിരിക്കുന്നത്? ബോട്ടം വന്നിരിക്കുന്നത് ഞാൻ നോക്കുമായിരുന്നു. ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്തവർക്ക് ലവേഴ്സ് കാർഡും 5 of Wands ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതും അതുപോലെ തന്നെ 3 of Swords ഉണ്ട്. അവിടെ 3 of Pentacles ആയിരുന്നു. അപ്പോൾ ബോട്ടം വന്നിരിക്കുന്നത് എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് എംപ്രസ് വന്നിരിക്കുന്നതുകൊണ്ട് അറിയാമല്ലോ, നിങ്ങളെപ്പോലും റെസ്പെക്റ്റ് ചെയ്യുന്നൊരു നിമിഷത്തിലേക്ക് എത്തും 2026. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളൊക്കെ അറിഞ്ഞ് മുമ്പോട്ട് പോകും. നേടാവുന്ന വിജയങ്ങളെല്ലാം നേടിയിരിക്കും. ജോലി ചെയ്യുന്നിടത്തായാലും നല്ല കഴിവ് തെളിയിച്ച് അവരുടെയൊക്കെ റെസ്പെക്റ്റ് പിടിച്ച് എടുക്കാൻ സാധിക്കും. അതല്ല വീട്ടിലാണെങ്കിലും എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുന്ന സമയങ്ങളാണ്. വീട്ടിലെല്ലാവരും നിങ്ങൾക്ക് നല്ല പ്രാധാന്യം നൽകും. എന്ത് കാര്യത്തിനും ഒരു തീരുമാനം എടുക്കുന്ന നിങ്ങളായിരിക്കും ആ വീട്ടിൽ. അത്രമാത്രം ഇത്ര നാൾ അത്ര ഒരു നിങ്ങൾക്ക് അവിടെ ഒരു വാല്യൂ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു വർഷം വീട്ടിലായാലും ജോലി ചെയ്യുന്നിടത്തൊക്കെ നിങ്ങൾക്ക് നല്ലൊരു പവർ കിട്ടുന്നതാണ്. എംപ്രസ് വന്നേക്കുന്നുണ്ട്. കരിയറിലൊക്കെ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയി നിങ്ങൾ വിജയം നേടുന്ന സമയമാണ്. ഈ ഒരു സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്തവർക്കെല്ലാം നിങ്ങളുടെ കഷ്ടപ്പാടിലൂടെ നിങ്ങൾ തിളങ്ങുന്ന ഒരു കാർഡാണ് എല്ലാം കണ്ടിരിക്കുന്നത്. സ്ട്രെങ്ത് ഉണ്ട്, ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട്, ദ എംപ്രസ് ഉണ്ട്, ബോട്ടം വന്നേക്ക് തന്നെ അതാണ്. അപ്പം നിങ്ങളുടെ ഒരു കഴിവുകൾ എല്ലാം നിങ്ങൾ പുറത്തെടുത്ത് അതിലൂടെ നിങ്ങൾ വിജയം നേടുവാണ്. എല്ലാവരുടെ മുമ്പിലൊരു എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പേഴ്സണായിട്ടായിരിക്കും 2026 ഈ സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്തവർ. നിങ്ങളുടെ തീരുമാനങ്ങൾ ക്വീൻ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കി അതിലൂടെ വിജയം നേടുവാണ്. എന്തായാലും ഈഗോ ഒന്നും ഇല്ലാതിരിക്കുക, എപ്പോഴും നമ്മൾ ഗ്രൗണ്ടായിട്ടിരിക്കുക. ഈ ഒരു കാർഡ് ക്വീൻ ഓഫ് വാൻഡ്സിൻ്റെ അർത്ഥം തന്നെ മറ്റുള്ളവരൊക്കെ പറയുന്ന കേൾക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം സ്വന്തം അഭിപ്രായം നടപ്പിലാക്കാൻ ഇഷ്ടം. ആ ഒരു കാർഡ് കാണുമ്പോൾ തന്നെ അറിയാലോ, പൂച്ചയുണ്ട് ഫ്രണ്ടിൽ. ആ ഇരിപ്പൊക്കെ കാണുമ്പോഴേ അറിയാലോ മറ്റുള്ളവർ ഒക്കെ അനുസരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഒരു കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പക്ഷെ എന്തായാലും നിങ്ങളുടെ തീരുമാനങ്ങൾ സക്സസ്സിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത്ര നല്ല കഴിവുണ്ട്. കാരണം സ്ട്രെങ്ത്തും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എൻ്റെ സ്ട്രെങ്ത്ത്. നിങ്ങൾക്ക് നല്ല മൈൻഡ് പവർ ഉള്ളവരാണ്. എന്ത് കാര്യങ്ങളും മുമ്പോട്ട് പോയി അതിൽ വിജയിക്കാനും സാധിക്കും. സെക്കൻഡ് നമ്മൾ കാർഡ് വന്നിരിക്കുന്നത് 3 of Swords ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പെയിൻഫുള്ളായ സിറ്റുവേഷൻ ഒക്കെ കടന്നു പോവുകയാണ്. ആ ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷനൊക്കെ കടന്നുപോയി. നൈറ്റ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്.
നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിലേക്ക് കുതിക്കുന്ന സമയമാണ് 2026. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നേടേണ്ടത് ആ ഒരു നേട്ടത്തിലേക്ക് പോവുകയാണ്. ഇതുവരെ കൺഫ്യൂഷനായിട്ടില്ലെങ്കിൽ ആ കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങൾക്ക് കറക്റ്റ് ഒരു കോൺഫിഡൻസ് കിട്ടുന്നു. എങ്ങനെ പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടാം, എങ്ങനെ നിങ്ങൾ സക്സസിലേക്ക് എത്തുന്ന വഴി ഏതാണ്, ഏത് രീതിയിൽ പോയാലാണ് നേടാൻ സാധിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു കറക്റ്റ് തീരുമാനം എടുക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ കൺഫ്യൂഷനൊക്കെ മാറ്റിയിട്ട് ആണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ, വേറെ പല കാര്യങ്ങൾ കാണും. അതിനകത്ത് ഏതിന് പ്രയോറിറ്റി കൊടുക്കണം, ഇല്ലെങ്കിൽ ഏത് കാര്യമാണ് ഇപ്പം നമുക്ക് വേണ്ടത്, ആദ്യം നമ്മൾ ഏതാണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ വരും ചില സമയത്ത്. എന്നാലും നിങ്ങൾക്ക് നല്ലൊരു കഴിവുള്ള വ്യക്തി ആയതുകൊണ്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ ആ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിലൂടെ വിജയം നേടാൻ സാധിക്കും. അപ്പം എന്തൊക്കെ കൺഫ്യൂഷൻ വന്നാലും നിങ്ങൾക്ക് അതിനകത്തൊരു കറക്റ്റ് സൊല്യൂഷൻ ആ സമയത്ത് കിട്ടും. അത് ഡിവൈൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ടാണ് ഈ ടൈമിൽ, ഈ 2026 നന്നായിട്ടുണ്ട്. അങ്ങനെ ആ നിങ്ങളുടെ മുമ്പോട്ട് പോക്കിലൂടെ, നിങ്ങളുടെ ഒരു കഴിവ് തെളിയിക്കുന്നതിലൂടെ നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറി ഫിനാൻഷ്യലി സ്റ്റാർട്ടിങ് കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരുന്നോ ബുദ്ധിമുട്ട് അതൊക്കെ മാറി നല്ലൊരു തുടക്കമാണ്. ആ ഒരു തുടക്കത്തിലൂടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുടങ്ങണം. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഏസ് ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്, ഏസ് ഓഫ് സോഴ്സും ഉണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ഒരു നല്ല തുടക്കമാണെന്ന് വെച്ചാൽ തടസ്സങ്ങൾ എന്തായിരുന്നു ഇത്രയും നാൾ ഇല്ലാതിരുന്ന് വിഷമിച്ചിരുന്ന ആ പെയിൻഫുൾ സിറ്റുവേഷൻ എന്തൊക്കെയാണോ അതൊക്കെ മാറിയിട്ട് ഒരു നല്ല സ്റ്റാർട്ടിങ്ങിലേക്കാണ് 2026 നിങ്ങൾ പോകുന്നത്. പിന്നെ റിലേഷനിൽ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 8 ഓഫ് സോഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്വയം ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി അതിൽ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി ഇങ്ങനെ നമ്മളിരിക്കുമല്ലോ, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും ആലോചിച്ച് കൂട്ടുന്നത് മൊത്തം. അങ്ങനത്തെ എന്തൊക്കെ ഒരു എനർജിയാണ് കാണിക്കുന്നത് ലവേഴ്സ് കാർഡിൻ്റെ കൂടെ. അപ്പം ആ ഒരു റിലേഷൻഷിപ്പിൽ ഇതിനകത്തും കാണിക്കുന്ന അതേ തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 5 ഓഫ് വാണ്ട്സും അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം എന്തായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഓക്കെ ആവും. നമുക്ക് തടസ്സങ്ങളെല്ലാം മാറി നമ്മൾ മുമ്പോട്ട് പോവും. അതിന് കുറച്ച് ടൈം, അത് ഇപ്പോൾ 2 ഫയലെടുത്തവർക്കും അത് തന്നെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. വീട്ടിൽ എതിർക്കുന്നവരൊക്കെ അനുകൂലമായി വരും. നിങ്ങൾ ചിന്തിച്ച് കൂട്ടി നെഗറ്റീവായിട്ട് ചിന്തിച്ച് കൂട്ടിയിട്ട് അയ്യോ അവർ സമ്മതിക്കുമോ, ഇല്ലെങ്കിൽ ഇനി സമ്മതിക്കത്തില്ല, നമുക്കിങ്ങനെ തീരുമാനം എടുക്കാം എന്നൊക്കെ, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. വീട്ടിലെല്ലാവരും അനുകൂലമായി വരും. അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോഴത്തെ ടൈമാണ് അവരിങ്ങനെ എതിർത്ത് നിൽക്കുന്നതൊക്കെ, അതൊക്കെ മാറി അവർ സ്നേഹത്തോടെ വരുന്ന സമയം വരും. അതിനുവേണ്ടി എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക വേണ്ടത്. അപ്പം ഇതിനകത്ത് ലവേഴ്സ് കാർഡ് വന്നിട്ടുമുണ്ട്. അതിനകത്ത് ഇതേ സെയിം മറ്റേ ഫസ്റ്റ് ഫയലിൽ വന്ന ഇതിലെ പോലെ തന്നെ കാർഡൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ വന്നിരിക്കുന്നത് സ്വയം വേണ്ടാത്ത ചിന്തകളൊക്കെ കൊണ്ട് കുറേ ഇങ്ങനെ ട്രാപ്പിലായിരിക്കുന്നു. അപ്പോൾ റിലേഷൻ്റെ കാര്യത്തിൽ വിട്ടേക്ക്. എന്തായാലും നിങ്ങൾക്ക് കുറേ നല്ലൊരു പവറുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ നേടാനുണ്ട്. അതിൻ്റെ ഒരു സമയമാണിപ്പം. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ലക്ഷ്യങ്ങളുള്ളത് അതിലൊക്കെ മുമ്പോട്ട് പോയി ആ നേടേണ്ടതെല്ലാം നേടി നല്ലൊരു സന്തോഷത്തിൽ ഒരു റെസ്പെക്റ്റ്, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നൊരു നിമിഷത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ റിലേഷനൊക്കെ നമുക്ക് അനുകൂലമായി വരും. അതുവരെ ആ ഒരു കാര്യം വിട്ടേക്കുക. വിട്ടാൽ മാത്രമേ ഈ ഒരു റിലേഷൻ്റെ കാര്യത്തിൽ വിട്ടാൽ മാത്രമേ ആ ഒരു വ്യക്തിയാണെങ്കിലും അനുകൂലമായി വരത്തുള്ളൂ. ഇപ്പോൾ വീട്ടുകാരുടെ സമ്മതത്തോടെ വേണമെങ്കിലും അതല്ല വ്യക്തിയുടെ വീട്ടുകാരുടെ സമ്മതത്തോടെ ആണെങ്കിലും ഒക്കെ അനുകൂലമായി വരണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഈ ഒരു റിലേഷൻ്റെ കാര്യത്തിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കി പോവുക, ആ ഒരു വ്യക്തിയെ ആലോചിച്ചിരിക്കാതെ. അപ്പോൾ അനുകൂലമായി വന്നോളൂ. അപ്പോൾ മനസ്സിലായാലും എല്ലാവർക്കും എന്താ 2026 സെക്കൻഡ് വയൽ തിരഞ്ഞെടുത്തവർക്ക് കൂടുതലും നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്ന വർഷമാണ്, ദിവസമല്ല വർഷമാണ്. നിങ്ങളുടെ കഴിവിലൂടെ എല്ലാ കാര്യങ്ങളും നേടും. കഷ്ടപ്പാടുകളെല്ലാം മാറി മുമ്പോട്ട് പോവുകയാണ്. വിജയം മാത്രമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം. അത്ര നല്ല പവറുള്ള വ്യക്തികളാണ് ഈ സെക്കൻഡ് വയൽ കാണുന്നവർ. നിങ്ങളുടെ ആ ഒരു മുമ്പോട്ട് പോക്കിലൂടെ വിജയം ഉറപ്പാണ്.
ത്രീ സോഴ്സ് വന്നേക്കുന്നതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രശ്നത്തിലും വിഷമത്തിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന സമയമാണ് ഇനി അങ്ങോട്ട് ഈ ഒരു ഈ ഈ ഒരു വർഷം. അത് നിങ്ങളുടെ ഒരു മനോധൈര്യം പോലെ നമ്മുടെ മനസ്സ് നല്ല ധൈര്യം വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടാവുന്നൊരു കോൺഫിഡൻസ് കിട്ടുന്നത് തന്നെയല്ല. നമുക്ക് എവിടെ നിൽക്കുകയോ ആ ടൈമിലങ്ങ് എല്ലാം അനുകൂലമായി വരും. കാരണം നമുക്ക് ആ മനസ്സിന് ധൈര്യം കിട്ടിയപ്പോൾ തന്നെ അതുകൊണ്ട് കൺഫ്യൂഷനായിട്ടിരുന്നാൽ എല്ലാം ഇങ്ങനെ വേണോ വേണ്ട എന്നുള്ള ചിന്തയിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യങ്ങളും നേടാൻ സാധിക്കത്തില്ല. നമ്മൾ ആ ഒരു കൺഫ്യൂഷനിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകും. നമുക്കൊന്നും നേടാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്യും. ഈ ഒരു വർഷം എന്തായാലും ഏസ് ഓഫ് പെന്റിക്കിൾസ് ഏസ് ഓഫ് സോഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പാസ്റ്റിലുള്ള ആ ഒരു കഷ്ടപ്പാടിനൊക്കെ എൻഡായിട്ട് നിങ്ങൾ പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളും വീണ്ടും കൊണ്ടുവരും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ നേടുന്ന എനർജിയാണ് കാണിക്കുന്നത്. പിന്നെ എയ്റ്റ് ഓഫ് സോഴ്സ് വന്ന് ഞാൻ പറഞ്ഞില്ലേ, സ്വയം ട്രാപ്പിലായിരിക്കും, വേണ്ടാത്ത ചിന്തകളൊക്കെ കൊണ്ട് ട്രാപ്പിലായിരിക്കും. അത് കൂടുതലും റിലേഷൻ്റെ കാര്യത്തിലാണ്. ഏസോസോഴ്സ് വന്നിരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ജീവിതത്തിലേക്ക് സക്സസ് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടും. അത് അറിഞ്ഞ് ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരും എല്ലാ കാര്യങ്ങളും. ഈസോ പെന്റക്കിൾസും അത് തന്നെ. പറ വരുന്നത് അതായത് സൗണ്ട് പറ അറിയിക്കാൻ വരത്തില്ലേ, അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. പിന്നെ ഫസ്റ്റ് പേര് തിരഞ്ഞെടുത്തവർക്ക് കൂടുതൽ ഫിനാൻഷ്യലി ഒരു അബണ്ടൻസ് ആണ് കാണിക്കുന്നത്, ഒരു നല്ല സ്റ്റെബിലിറ്റി കിട്ടും. സെക്കൻഡ് പേര് തിരഞ്ഞെടുത്തവർക്കൊക്കെ കൂടുതലും അവരുടെ കഴിവ് തെളിയിച്ച് അവരതിലൂടെ വിജയിച്ച് പോകുന്ന എനർജിയാണ് കാണിക്കുന്നത്. ഞാനൊരു ഓവറോളായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഓരോ ഇങ്ങനെ മന്ത് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ 2026 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത്. 2 വയലിലും 2026 റിലേഷൻഷിപ്പിൽ മാത്രം. അതിപ്പോൾ ഓരോ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് മുമ്പോട്ട് പോവുക. വീട്ടിലൊക്കെ എതിർക്കുമ്പോഴത്തേന് എടുത്തിയാടി തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. നമുക്കൊരു ക്ഷമ വേണം എല്ലാ കാര്യത്തിനും കേട്ടോ, അതേ ഉള്ളൂ, അല്ല വേറെ ഒന്നും കുഴപ്പമില്ല. നിങ്ങളെല്ലാം തിരിച്ചു പിടിക്കുന്ന എനർജിയാണ് 2026. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് ഇനിയിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരട്ടെ, അട്രാക്റ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫസ്റ്റ് വയൽ തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും സമൃദ്ധിയും നിറഞ്ഞു നിൽക്കട്ടെ. സെക്കൻഡ് വയൽ തിരഞ്ഞെടുത്തവരുടെ ബോട്ടിൽ തന്നെ സമൃദ്ധിയുടെ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ നിങ്ങൾ ആ സമൃദ്ധി തിരിച്ചു പിടിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ റെസ്പെക്റ്റും എല്ലാവരും തരട്ടെ. എല്ലാവരും തന്നെ നിങ്ങളെ നല്ലൊരു നിങ്ങളുടെ ഒരു വാല്യൂ എന്താണെന്നെല്ലാവരും മനസ്സിലാക്കി നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന സമയത്തിലേക്ക് എല്ലാവരും വരും. അപ്പോൾ ആ ഒരു എനർജി എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വർഷം എല്ലാവരും ഒരു സമ്പൽ സമൃദ്ധിയുടെ നിറവിൽ എല്ലാവരും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ മക്കളെ, താങ്ക് യു.